ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. നമുക്കറിയാം, ഇപ്പം ഈ കുറച്ച് വർഷങ്ങളായിട്ട് കിഡ്നി അസുഖത്തിൻ്റെ ഇൻസിഡൻസ് കൂടി വരികയാണ്. അതിന് പല കാരണങ്ങളും പറഞ്ഞു. ഈ പറഞ്ഞ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെ കാരണങ്ങളൊക്കെ വന്ന് കുറേ അധികം വൃക്കരോഗികളുണ്ട്. അപ്പം ഈ പലപ്പോഴും നമുക്കിപ്പം ഹാർട്ടിനെ കുറിച്ചും സ്ട്രോക്കിനെ കുറിച്ചൊക്കെ നല്ല ഒരു ഐഡിയ ഉണ്ട്. പലപ്പോഴും ഈ കിഡ്നീനെ കുറിച്ച് എല്ലാവർക്കും അത്ര ബോധവൽക്കരമല്ല. കാരണം കിഡ്നി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊരു ജനറൽ ഒരു തോട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഈ കിഡ്നി വൃക്ക ദിനത്തിന് ഉദ്ദേശിക്കുന്ന മെയിൻലി ഈ ഒരു ജനറൽ പബ്ലിക്കിന് ഈ വൃക്കകളെ ഇമ്പോർട്ടൻസും അതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചും അതെങ്ങനെ നമുക്കത് തടയാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. സാറ് പറഞ്ഞ പോലെ 2006 ആദ്യം വൃക്കദിനം ആചരിച്ച് തുടങ്ങിയത്. അതിനുശേഷം ഓരോ ദിനത്തിൽ ഓരോ തീമൊക്കെ ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ തീം പറഞ്ഞാൽ ആക്ട് ഏർലി ടു പ്രിവെൻറ്റ്. കാരണം നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സാ രീതികൾ തുടർന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു പരിധിവരെ നമുക്ക് തടയാനും അതിൻ്റെ ഗതി കുറയ്ക്കാനും പറ്റും. ഇത്തവണ ഇതിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ കിഡ്നി ഡിസീസ് ആൻഡ് ഒബീസിറ്റി, എന്നാൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോർ ഹെൽത്തി കിഡ്നീസ്. എന്നാൽ നമുക്കറിയാം, ഈ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി അനുസരിച്ച് പലപ്പോഴും എല്ലാവരും ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ കഴിച്ച് വളരെ തടിയൊക്കെ കൂടി. അപ്പോൾ തടി കൊണ്ട് ഉണ്ടാകുന്ന ഡയറക്റ്റ് എഫക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് എഫക്റ്റും ഉണ്ട്. അതിൻ്റെ ഒരു ഡയറക്റ്റ് എഫക്റ്റ് അല്ലാണ്ട് ഇൻഡയറക്റ്റ് എഫക്റ്റ് പറഞ്ഞാൽ ഡയബറ്റീസ് ഉണ്ട്, പ്രഷർ കൂടുതൽ, അതുകൂടാണ്ട് കൊളസ്ട്രോൾ കൂടുതൽ. ഇതൊക്കെ അൺകൺട്രോൾഡ് ആയി വരുമ്പം അത് കിഡ്നിയെ ബാധിക്കുന്ന കാണാം. അത് കൂടാതെ തന്നെ ഈ തടി കൂടുമ്പോൾ നമ്മുടെ ബോഡിയിൻ്റെ വർക്ക് ലോഡ് കൂടും. കിഡ്നിക്ക് അത് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ കാലക്രമേണ വന്ന് ആ ഒരു അസുഖം കിഡ്നിയെ ബാധിച്ച് കിഡ്നി ഫെയിലിയറിലേക്ക് വരെ നയിക്കാം. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് നമ്മൾ നേരത്തെ അതിനൊരു പ്രതിവിധിയാണ്. നമ്മൾ എക്സസൈസും നമ്മൾ ഡയറ്റിലൊക്കെ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു 80-90% വരെ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ തീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി കിഡ്നി ഡിസീസ് ആൻഡ് ഒബീസിറ്റി, മൂവ് ഫോർ കിഡ്നീസ്. മൂവ് ഫോർ കിഡ്നീസ് ആണ് വി ഷുഡ് ബി ആക്റ്റീവ്. എല്ലാ ദിവസവും നടക്കുക, നമ്മൾ ദിവസം ഒരു 10-20 മിനിറ്റ് വ്യായാമം ചെയ്യുക, പിന്നെ നല്ല ഹെൽത്തി ഫുഡ് ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്താൽ നമുക്ക് ഉപകാരപ്പെടും. ഞാൻ ഈ കിഡ്നി അസുഖത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ചെറുതായിട്ട് നമുക്ക് കിഡ്നിയെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ തരാമെന്ന് വിചാരിക്കും. നമുക്ക് ഈ കിഡ്നീൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഈ ഒരു ഓർഗൻ എത്രമാത്രം നമ്മുടെ ശരീരത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണ്. അപ്പോൾ കിഡ്നിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഒരു പയർമണി ഷേപ്പിലുള്ള ഒരു ആകൃതിയിലുള്ള ഒരു 2 കിഡ്നിയാണ് നമുക്കുള്ളത്. ഇത് ശരീരത്തിൻ്റെ ഈ നമ്മളെ ഉദരത്തിൽ ഈ നട്ടെല്ലിൻ്റെ 2 സൈഡിലായിട്ടും ഏറ്റവും പുറകിലായിട്ട് അത് കാണുന്നത്. അപ്പോൾ ഈ കിഡ്നിയിൽ ആണ് മെയിൻ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എല്ലാവർക്കും അറിയാം, മൂത്ര ഉൽപാദനം. അതേപോലെ ഈ വേസ്റ്റ് റിമൂവലാണ് ബേസിക്കലി. നമ്മളാരും ചോദിച്ചാൽ വേസ്റ്റ് റിമൂവൽ എന്നാണ്. ഇപ്പോൾ യൂറിൻ ഉണ്ടായി കഴിഞ്ഞാൽ യൂറിൻ ഈ മൂത്രവാഹിനി, അതായത് ഈ യൂറിറ്റർ വഴി നേരെ പോയി നമ്മുടെ ബ്ലാഡറിൽ കുറച്ചൊരു 10-200-300 മില്ലി അവിടെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നമുക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടും, പിന്നെ അത് മൂത്രമായിട്ട് പോകും. ഇതാണ് ഒരു വൃക്കകളുടെ ഒരു ഗ്രോസ് ആയിട്ടുള്ളൊരു ഘടന. ഇനി കുറച്ചും കൂടി നമ്മൾ ഒരു ഡീറ്റെയിൽ ആയി നോക്കുകയാണെങ്കിൽ ഈ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നെഫ്രോൺ ആണ്. എന്നാൽ വൃക്കൻ്റെ മെയിൻ ഫംഗ്ഷൻ പറഞ്ഞാൽ നമ്മൾ ഈ മൂത്രം കുറേ അത് ഈ മാലിന്യങ്ങൾ റിമൂവ് ചെയ്യുകയാണ്. അപ്പം അതിനാണ് ഈ നെഫ്രോണിന് അരിപ്പാണ്. ഇത് ഈ രക്തധമനികളാണ്. ആക്ച്വലി രക്തധമനിയിൽ കൂടെ രക്തം വന്ന് ആ രക്തം ഫിൽട്ടർ ചെയ്ത് അരിപ്പ പോലെ അമിതമായ വെള്ളവും പിന്നെ ആവശ്യമില്ലാത്ത ഈ നമ്മുടെ വേസ്റ്റ് പ്രോഡക്ട്സും യൂറിയ, ക്രിയേറ്റിൻ ഇതൊക്കെ റിമൂവ് ചെയ്ത് അത് യൂറിനായിട്ട് പുറത്തേക്ക് തള്ളുകയാണ്. അതാണ് കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു എമേസിങ് ഓർഗനാണ്. കാരണം നമുക്ക് ഒരു ദിവസം വരെ 150 മില്ലി യൂറിനൊക്കെ ഉണ്ടാവുന്നത്. അതിലാകെ 2 ലിറ്റർ നമ്മൾ പുറത്ത് ഒഴിക്കുന്നുള്ളൂ. ബാക്കി ബോഡി എക്സോർബ് ചെയ്ത് വേണ്ട സാധനങ്ങൾ എടുത്തു കളഞ്ഞ് ആവശ്യമില്ലാത്തത് പുറത്ത് തള്ളുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് 2 കിഡ്നി ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദൈവത്തിന് കിഡ്നിയോട് കുറച്ച് കൂടുതൽ താല്പര്യം ഉണ്ടായതുകൊണ്ടായിരിക്കും അങ്ങനെ വിചാരിക്കുന്നത്. കാരണം ഈ ഇതിൽ ഒരു കിഡ്നി പോയാൽ പോലും നമുക്ക് കിഡ്നിക്ക് നല്ലൊരു കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് മറ്റേ കിഡ്നി കൊണ്ട് നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാം. കാരണം ഈ ഡോണറൊക്കെ കിഡ്നി നമ്മൾ മാറ്റി വയ്ക്കുന്നവർക്ക് ഒരു കിഡ്നി കൊണ്ട് എത്ര കാലം ജീവിതാലും
നേരത്തെ ജോണി സാറ് പറഞ്ഞ പോലെ നമുക്ക് അവയവദാനത്തിന് പേടിക്കാൻ വേണ്ട, ഒരു കിഡ്നി മതി. 50% നമ്മുടെ ഒരു 30% താഴേക്ക് പോകുമ്പോഴാണ് നമ്മൾ സാധാരണ രോഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നത്. അപ്പം കിഡ്നിക്ക് നല്ലൊരു കപ്പാസിറ്റി ഉണ്ട് റീജനറേറ്റ് ചെയ്യാൻ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കിഡ്നിന്റെ മെയിൻ പ്രധാനപ്പെട്ട ജോലി. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു വേസ്റ്റ് റിമൂവലാണ് അല്ലെങ്കിൽ യൂറിൻ. പക്ഷെ അത് മാത്രമല്ല ഇതിന്റെ മെയിൻ ഒരു ഫങ്ഷൻ കിഡ്നിയിൽ. അത് കൂടാതെ നമ്മളെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ കിഡ്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു റോളുണ്ട്. അത് നോർമൽ രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പല ഹോർമോൺ, റെനിൻ പറഞ്ഞ ഹോർമോണൊക്കെ ഉണ്ട്, അത് കിഡ്നിയുടെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കൂടാതെ നമുക്ക് ബോൺസ്, നമ്മളെ വൈറ്റമിൻ ഡി പറഞ്ഞ ഹോർമോൺ കിഡ്നിയിൽ നിന്നാണ് ഉത്പാദിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഈ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് കിഡ്നി ഫെയിലർ ഉള്ളവർക്ക് ഈ ബോണിൽ പെയിൻ ഒക്കെ വരിക, കാൽഷ്യം ഫോസ്ഫറസിന്റെ ബാലൻസ് തെറ്റുക, അത് കഴിഞ്ഞ് ബോൺസിന്റെ ഹെൽത്ത്, ബോൺസിന്റെ ഈ ശക്തി കുറയുക, അങ്ങനെ പെയിൻ വരുന്ന. പിന്നെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ബ്ലഡ് ഉൽപാദനം, അതാണ് റെഡ് ബ്ലഡ് സെൽസ്, അതാണ് എറിത്രോപോയിറ്റിൻ. ആൾക്കറിയാം ഈ കിഡ്നീസ് ഉള്ളവർക്ക് പ്രത്യേകിച്ചിട്ട് ഡയാലിസിസ് പോകുന്ന ആൾക്കാരൊക്കെ എറിത്രോപോയിറ്റിൻ ഹോർമോൺ എടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് ഈ എറിത്രോപോയിറ്റിൻ കിഡ്നിയിലാണ് ഉൽപ്പാദിക്കുന്നത്. കിഡ്നിയുടെ ഫംഗ്ഷൻ താറുമാറാകുമ്പോൾ ഈ എറിത്രോപോയിറ്റിൻ ഉൽപ്പാദനം കുറയും. നമുക്ക് ആ എറിത്രോപോയിറ്റിൻ ഹെമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞ് വരൾച്ച വരെ ബാധിക്കാം. പിന്നെ നമ്മുടെ ശരീരത്തിന് ആസിഡ് ബേസ് ബാലൻസ് ഒക്കെ, ആസിഡിന്റെ അളവുകളൊക്കെ, ലവണങ്ങളും അതൊക്കെ, സോഡിയം പൊട്ടാസ്യം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കിഡ്നിയാണ്. അപ്പോൾ ഈ കിഡ്നി അസുഖം ബാധിക്കുമ്പോൾ ഇതിനൊക്കെ കുറേ പ്രശ്നങ്ങൾ വരും. അത് മൂർച്ഛിക്കുമ്പോഴാണ് നമുക്ക് ഇതിന് സിംറ്റംസ് പുറത്തേക്ക് കാണുന്നത്. അപ്പം നമ്മൾ കിഡ്നി അസുഖം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് നമുക്ക് മെയിൻലി. ഒന്ന് പറഞ്ഞാൽ എക്യൂട്ട് കിഡ്നി ഇഞ്ചറി, പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ക്രോണിക് കിഡ്നി ഡിസീസ്. എക്യൂട്ട് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന വൃക്കസ്തംഭനം. അത് പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ ഈ എലിപ്പനി, ഇൻഫെക്ഷൻസ്, പിന്നെ വേറെ മരുന്നിന്റെ പാർശ്വഫലങ്ങളായിട്ടൊക്കെ കാണാറുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് സിംറ്റമാറ്റിക് ആകുമ്പോൾ പേഷ്യന്റ് വന്ന് നമുക്ക് ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു 80-90% വരെ റിവേഴ്സിബിൾ ആണ്. അത് കഴിഞ്ഞ് തനിയെ അത് മാറും. പക്ഷെ പിന്നെ ഭാവിയിൽ ചെറിയൊരു ചാൻസ് ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ കാര്യമായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. പിന്നെ വരുന്ന മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ഥായിയായ വൃക്കസ്തംഭനം. സ്ഥായിയായ വൃക്കസ്തംഭനം എന്ന് പറഞ്ഞാൽ കാലക്രമേണ സംഭവിക്കുന്ന ഡാമേജ് കൊണ്ട് ഉണ്ടാവുന്ന കിഡ്നിയിൽ സംഭവിക്കുന്ന ഒരു ഡാമേജ്. അപ്പം അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു പോകാറില്ല. കാരണം അതിൻ്റെ സിംറ്റംസ് ഒക്കെ വളരെ മൈൽഡാണ്. അപ്പം നമ്മളതൊരു അഡ്വാൻസ് സ്റ്റേജ് ആകുമ്പോഴാണ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ തന്നെ പേഷ്യൻ്റ് ഇങ്ങനെ പെട്ടെന്ന് ക്രിയേറ്റ് ഇട്ടൊക്കെ കണ്ടു കാണും, എനിക്കിതിന് മുമ്പ് ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ, പെട്ടെന്ന് ഇങ്ങനെ കൂടിയൊക്കെ ഒരു തോന്നൽ വരാം. അതാണ് ഇതിൻ്റെ സിംറ്റം. ആബ്സെൻസ് ഓഫ് സിംറ്റം ഇസ് ദ സിംറ്റം ഓഫ് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കിഡ്നി CKDന്റെ ഇമ്പോർട്ടൻസ് എന്നാൽ CKD വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ക്യൂർ ഇല്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ഗതിയോ അതിൻ്റെ റേറ്റ് ഓഫ് പ്രോഗ്രഷൻ കുറയ്ക്കാനുള്ള പല പ്രതിവിധികളും മാർഗങ്ങളും ഉണ്ട്. പിന്നെ കിഡ്നി ഡിസീസ് ഇങ്ങനെ വന്ന് കണ്ടുപിടിച്ചാൽ ചില പ്രത്യേക ഈ ഭക്ഷണത്തിലും എക്സസൈസിനും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ഇപ്പം പറയുകയാണെങ്കിൽ നമ്മളൊരു ഈ 800 ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക് പകരം 1 in 10 adults have chronic kidney disease എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മളത് ശ്രദ്ധിച്ചു പോകാറില്ല. അപ്പം നമ്മൾ ഇത്രയാണ് ഇതിൻ്റെ ബേർഡൻ. കാരണം ഇത് വളരെ അധികം കൂടി വരുന്നുണ്ട്. നമ്മൾ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടും പ്രഷറും ഷുഗറൊക്കെ കൂടുതൽ വരുന്നതുകൊണ്ടായിരിക്കാം. അപ്പം നേരത്തെ തന്നെ ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനുള്ള തക്കതായ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. ഇത് പറയുന്നതാണ് ഇപ്പോൾ ഡയബറ്റീസ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. 1 in 3 adults വിത്ത് ഡയബറ്റീസ് കിഡ്നി ഡിസീസ് ഉണ്ടെന്നാണ് കണക്കുകൂട്ടൽ. അതുതന്നെ എല്ലാവരും, പ്രത്യേകിച്ച് ഈ കൺട്രോൾഡ് അല്ലാത്ത ഡയബറ്റീസും ഷുഗറും പ്രഷറും ഉള്ളവർക്കാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ സ്ഥായിയായ വൃക്കസമ്പത്തിന്റെ കോമൺ കോസസ് എന്ന് നോക്കാം. അതിലേറ്റവും ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡയബറ്റീസ് ആണ്. ഒരു 40% രോഗികൾക്കും ഡയബറ്റീസ് ബാധിച്ചവർക്കാണ് കിഡ്നി ഡിസീസ് വരുന്നത്. പിന്നെ അത് കൂടാതെ ഒരു ഇമ്പോർട്ടൻറ്റ് കോസ് ആണ് പ്രഷർ. ഇതൊക്കെ അൺകൺട്രോൾഡ് പ്രഷർ, ഡയബറ്റീസ് ഒക്കെ ബാധിച്ചവർക്ക് കൂടുതൽ കിഡ്നി ഡിസീസ് കാണാറുണ്ട്. അതുകൂടാതെ ഈ ഗ്ലോമറുലസ്, ഈ കിഡ്നിയുടെ ഘടകത്തിന് ഇൻഫ്ലമേഷൻ വന്ന ഗ്ലോമർനെഫ്രൈറ്റിസ്, പിന്നെ കൺജനിറ്റൽ അസുഖങ്ങൾ, ഈ സിസ്റ്റിൻ്റെ അസുഖങ്ങൾ, അതിലൊക്കെ ഈ കിഡ്നി ഡിസീസിലേക്ക് നയിക്കാം സ്ഥായിയായ വൃക്കസ്തംഭനം. അപ്പം നമ്മൾ കൂടുതലായി അമിതമായിട്ട് ഈ പെയിൻ കില്ലേഴ്സ്, ഡോക്ടർ പറഞ്ഞ പോലെ, ഇക്ബാൽ ഡോക്ടർ പറഞ്ഞ പോലെ കൂടുതലായിട്ട് പെയിൻ കില്ലേഴ്സ് നമ്മൾ അമിതമായിട്ട് ചെറിയ വേദനയ്ക്ക് എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ അത് കാലക്രമേണ അത് കിഡ്നിനെ ബാധിച്ച് ക്രോണിക് കിഡ്നി ഡിസീസ് നയിക്കാം. പിന്നെ നമ്മൾ സ്റ്റോൺസ് ഒക്കെ, ചെറിയ സ്റ്റോൺസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ കൃത്യമായി ട്രീറ്റ് ചെയ്യാണ്ട് യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അതും കിഡ്നി ഡിസീസിനെ കൂട്ടാം. അപ്പം ഈ കിഡ്നി ഡിസീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല സ്റ്റേജിലാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇവിടെ വരുന്ന പല രോഗങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാൽ നേരത്തെ ഇപ്പോൾ ജസ്റ്റ് കണ്ടുപിടിച്ച ആൾക്കാരുണ്ട്,
ഡയാലിസിസ് ചെയ്ത ആൾക്കാരുണ്ട്, അത് കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജ് വെച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മളെ ഈ ക്രിയേറ്റിൻ്റെ അളവൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേജ് നിർണ്ണയിക്കുന്നത്. അതിങ്ങനെ 5 സ്റ്റേജ് തരത്തിലാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഈ 3ാം സ്റ്റേജ് മുതലാണ് സാധാരണ നമ്മൾ ഈ അസുഖത്തിൻ്റെ ഈ സിംറ്റംസ് ഒക്കെ വന്ന് തുടങ്ങുന്നത്. ഈ 5ാമത്തെ സ്റ്റേജാണ് കിഡ്നിയുടെ പ്രവർത്തനം ഒരു 10% താഴെ ആകുമ്പോഴാണ് പേഷ്യൻ്റ് ഡയാലിസിസോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിനോ വിധേയനാവേണ്ടി വരുന്നത്. അപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. നമുക്ക് ഈ 10% വരെ കിഡ്നി ഫംഗ്ഷൻ വരുന്നത്, 90% കിഡ്നി ഫംഗ്ഷൻ ലൂസ് ചെയ്താൽ പോലും ചിലപ്പോൾ നമ്മളൊന്നും പുറത്ത് കാണുന്നില്ല. അപ്പോൾ അത് 10% വരെ വെച്ചിട്ട് നമുക്ക് ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. അത് കഴിയുമ്പോൾ ആയിരിക്കും നമ്മൾ സിംറ്റംസ് കാണുന്നത്. ആ സമയത്ത് നമ്മൾ കണ്ടുപിടിക്കും പലപ്പോഴും ക്രിയാറ്റിനൊക്കെ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പം ഈ ചെറിയ ചെറിയ സട്ടിൽ സിംറ്റംസ് ഒക്കെ നമുക്ക് നേരത്തെ നമ്മൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോക്ടർ ജോണി പറഞ്ഞ പോലെ നമ്മളൊരു സ്ക്രീനിങ്, നമ്മളൊരു കൾച്ചർ, നമ്മൾ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കണം. ഒരു ഏർലി സ്ക്രീനിങ് ഒക്കെ വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിതിന് പ്രതിരോധ മാർഗങ്ങൾ നേരത്തെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ എന്താണ് സിംറ്റംസ് ഓഫ് കിഡ്നി ഡിസീസ്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആബ്സെൻസ് ഓഫ് സിംറ്റംസ് ആണ്. കൂടുതൽ ആൾക്കാരും ഒരു പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണിക്കാറില്ല. പക്ഷേ ചില സട്ടിൽ സിംറ്റംസ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ നമ്മൾ നല്ലോണം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പല ജോലികൾ ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് ആ ജോലി ചെയ്യുമ്പോൾ ഒരു ക്ഷീണം കാണുക, അല്ലെങ്കിൽ പെട്ടെന്ന് ടയേർഡ് ആവുക. പിന്നെ അതേപോലെ തന്നെ രാവിലെ പല്ല് തേക്കുമ്പോൾ ഓക്കാനം വരിക, അല്ലെങ്കിൽ ചെറുതായിട്ട് ഛർദി തോന്നുക, മൂത്രത്തിന്റെ അളവിൽ വ്യത്യാസം വരിക. മൂത്രം സാധാരണഗതിയിൽ നമ്മൾ രാത്രി തവണ അധികം ഒഴിക്കാറില്ല. അപ്പോൾ രാത്രി തവണ കുറേ തവണ എണീക്കുക മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് 4-5 തവണ മൂത്രം ഒഴിക്കാൻ സാധ്യത വരിക. അല്ലെങ്കിൽ മൂത്രത്തിന്റെ അളവ് കുറയുക, ശരീരത്തിൽ നീര് വരിക, കാലിലെ നീര്, മുഖത്ത് നീര്, രാവിലെ എണീക്കുമ്പോൾ നടന്നു കഴിഞ്ഞാൽ നീര് കൂടുക. അതുകൂടാതെ സ്മെല്ല്, സംസാരിക്കുന്ന നമ്മുടെ ഈ ശ്വാസത്തിന്റെ സ്മെല്ല് വരിക. പിന്നെ ഇപ്പോൾ നടുവേദന. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ സിംറ്റംസ് ആയിട്ട് കാണുക. ഈ ചെറിയ സിംറ്റംസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. രാവിലെ എണീക്കുന്ന ഈ മൂത്രത്തിന്റെ അളവൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാറില്ല. അപ്പോൾ അത് പിന്നെ ഈ അസുഖം ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക, എനിക്ക് ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് നമ്മുടെ സ്ട്രോങ് സസ്പിഷനും അതിൻ്റെ ഒരു ഏർലി സ്ക്രീനിങ്ങും വളരെ അത്യാവശ്യമാണ്. ഇത് പറഞ്ഞ പോലെ ഈ നീര്, പിന്നെ മൂത്രത്തിൽ മൂത്രത്തിൽ പത വരുന്ന, അങ്ങനെ സാധാരണ ഇതിൽ പത വരുന്നില്ല. കാരണം ഈ നീര് വരുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ ലീക്ക് ചെയ്ത് പോകുമ്പോൾ അത് പതയായിട്ട് ഇതിൽ കാണാം. പിന്നെ കാല് ഞെക്കിയ നീര് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ. പിന്നെ ഈ ഇതുപോലെ ചൊറിച്ചില്, അമിതമായ ചൊറിച്ചില്, പിന്നെ മസിൽ കോച്ചി പിടിക്കുക, ഇതൊക്കെയാണ് അങ്ങനെ രോഗലക്ഷണങ്ങളായിട്ട് കാണാറുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് എങ്ങനെയാണ് നമുക്ക് നേരത്തെ കിഡ്നി ഡിസീസ് കണ്ടുപിടിക്കാൻ, അഥവാ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യാനുള്ളത്? അപ്പോൾ നമ്മൾ ഈ ബേസിക്കലി ആണ് നമ്മൾ ഈ റിസ്ക് ഉള്ള, അപ്പോൾ ആരൊക്കെയാണ് കൂടുതൽ റിസ്ക് ഉള്ള കിഡ്നി ഡിസീസ്? ഒന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പ്രഷർ ഉള്ളവർ, ഷുഗർ ഉള്ളവർ, അതുപോലെ തന്നെ കൂടുതലായിട്ട് ഈ പാരമ്പര്യമായിട്ട് അച്ഛനമ്മക്കോ കിഡ്നി അസുഖമുള്ളവർ, അങ്ങനത്തെ ആൾക്കാർ നമ്മളെ ഈ നേരത്തെ ഈ ടെസ്റ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ടെസ്റ്റ് നമുക്ക് 2 രീതിയിൽ, സിമ്പിൾ യൂറിൻ ടെസ്റ്റ് മാത്രം മതി. യൂറിനിൽ നമ്മൾ ഈ പ്രോട്ടീൻ അളവ് ശ്രദ്ധിക്കുന്ന, യൂറിൻ്റെ ആൽബുമിനോ അല്ലെങ്കിൽ യൂറിൻ്റെ പ്രോട്ടീൻ്റെ അളവ് നോക്കിയാൽ മതി. അപ്പോൾ അത് കൂടി കിടക്കുകയാണെങ്കിൽ, അങ്ങനെ സാധാരണ ഇതിൽ യൂറിനിലെ പ്രോട്ടീൻ അങ്ങനെ കാണാറില്ല. അപ്പോൾ അത് കൂടുതലാണ്. അതനുസരിച്ച് യൂറിൻ്റെ അരിപ്പൊക്കെ എന്തോ പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ ഫിൽറ്ററിംഗ് കപ്പാസിറ്റി, കൂടുതൽ പ്രോട്ടീൻ ഫിൽറ്റർ ചെയ്ത് പോകുക, ലൂസ് ചെയ്ത് പോവുക. ഇപ്പോൾ യൂറിൻ ആൽബുമിൻ ക്രിയേറ്റിൻ റേഷ്യോ അത് 24 മണിക്കൂറുള്ള യൂറിൻ ചെക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്പോട്ടായിട്ട് രാവിലെ ഏർലി മോർണിംഗ് സാമ്പിൾ എടുത്ത് നോക്കാം. അപ്പോൾ അതിലൊരു ഡയബറ്റീസ് ഉള്ളവർക്ക് മൈക്രോ ആൽബുമിനൂറിയാണ് നമ്മൾ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അതാണ് 30-300 ഇടയിലുള്ള ആൽബുമിന്റെ എക്സ്ക്രീഷൻ ആണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഈ കിഡ്നി ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഈവൻ ചില സ്റ്റേജിൽ നമുക്ക് ചില പ്രത്യേക മരുന്ന് കൊടുത്താൽ അത് നമുക്ക് ഹോൾട്ട് ചെയ്യാനും പറ്റുന്ന ആണ്. പിന്നെ നമുക്ക് ബ്ലഡിൽ ഒരു സിമ്പിൾ ടെസ്റ്റ് ആണ് ഈ സെറം ക്രിയേറ്റിൻ. എല്ലാവർക്കും അറിയുന്നതാണ്. ക്രിയേറ്റിൻ ടെസ്റ്റ് ചെയ്യുക. ക്രിയേറ്റിൻ നോർമൽ അളവ് പറഞ്ഞാൽ ഒരു 1.1-1.2 വരെയൊക്കെ സാധാരണ കാണാറുണ്ട്. അതിൽ കൂടുതലാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, എന്തോ പ്രശ്നമുണ്ട്. കാര്യമായിട്ട് അതിൻ്റെ യൂറിനിലോ അല്ലെങ്കിൽ ഈ ബ്ലഡിലോ ഈ ടെസ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിച്ച് നമുക്ക് കൂടുതലായി ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. ഈ യൂറിനിൽ അതേപോലെ രക്തത്തിന് അണുക്കൾ കണ്ടാലും അത് നോർമലല്ല. സാധാരണ രക്തക്കണുക്കളൊന്നും കാണാറില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇനി കുറച്ച് സ്പെഷ്യലൈസ് ടെസ്റ്റ്, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ടെസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു നെഫ്രോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് സാധാരണ അൾട്രാസൗണ്ട് ആണ്. ഈ അൾട്രാസൗണ്ടിൽ എന്താ ഉദ്ദേശിക്കുന്നതാണ്, കിഡ്നിയിൽ വല്ല കല്ലുണ്ടോ അല്ലെങ്കിൽ കിഡ്നിയുടെ സൈസ്, സാധാരണ സ്ഥായിക വികസനം വന്നാൽ സൈസ് കുറയുന്ന കാണാം. പിന്നെ ഈ കിഡ്നീൻ്റെ കല്ലുകളോ തടസ്സോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ വീക്കോ അങ്ങനെ വല്ലതും ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് അൾട്രാസൗണ്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചില സാഹചര്യത്തിൽ CT ചിലപ്പം സ്റ്റോണൊക്കെ ചിലപ്പോൾ നമ്മൾ കൂടുതൽ സസ്പെക്ട് ചെയ്യാണ് CT ഒക്കെ ചെയ്യാറുണ്ട്.
പിന്നെ നമ്മുടെ ഈ റീനൽ ബയോപ്സി പലപ്പോഴും ചിലപ്പോൾ കിഡ്നി അസുഖം നീരൊക്കെ ആയിട്ട് പേഷ്യന്റ് വരുമ്പോൾ നെഫ്രോളജിസ്റ്റിനെ കാണുമ്പോൾ എനിക്കൊരു കിഡ്നി ബയോപ്സി ചെയ്യേണ്ടി വരും. അപ്പോൾ പലപ്പോഴും അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരൊന്ന് ഞെട്ടും പേടിക്കും, ഇത് എന്താണ് ഈ കാരണം കുത്തി പരിശോധിക്കുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ അത് ചില സിറ്റുവേഷനിൽ നമുക്ക് ഭയങ്കര അനിവാര്യമാണ്. അസുഖം എന്താ അറിയണമെങ്കിൽ ബയോപ്സി ചെയ്തേ പറ്റുള്ളൂ. അത് ഏത് സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രോട്ടീൻ അമിതമായി ലീക്ക് ചെയ്ത് നീരിൻ്റെ അസുഖം അല്ലെങ്കിൽ RBCs ബ്ലഡിൽ കൂടെ യൂറിൻ കൂടെ പോകുന്ന ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ നമുക്ക് എന്താ പെട്ടെന്ന് കിഡ്നിയുടെ അസുഖം കാരണം അറിയാത്ത പെട്ടെന്ന് പോകുന്ന കിഡ്നി അസുഖങ്ങളിൽ നമുക്ക് ഈ ബയോപ്സി ചെയ്യേണ്ടി വരും. ഈ ബയോപ്സി പറഞ്ഞാൽ ഇപ്പം പണ്ടത്തെ പോലെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൾട്രാസൗണ്ട് മെഷീൻ്റെ ഉപയോഗം വെച്ച് അൾട്രാസൗണ്ട് പ്രോബ് വെച്ചിട്ട് നമ്മൾ കിഡ്നീൻ്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് ഈ ബയോപ്സി കാണുന്ന കണ്ണ് അവർ ചെറിയൊരു സെൻറ്റിമീറ്റർ ഉള്ളത് ഒരു സെൻറ്റിമീറ്ററിൽ നമ്മളൊരു ദശ മാത്രം ടിഷ്യൂ മാത്രം എടുത്തിട്ട് അത് മൈക്രോസ്കോപ്പ് വഴി നോക്കി നമ്മൾ രോഗനിർണയം ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യുന്നതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം വേറെ ഇതുകൊണ്ടൊരു ഇഞ്ചുറി ഒന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഇതുകൊണ്ട് വേറെ ഒരു പാർശ്വഫലങ്ങളോ ഒന്നും ഇല്ല. അപ്പം ഒരു ഡയഗ്നോസ്റ്റിക് ശരിക്കും ആവശ്യമുള്ള ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റിയാണ്. കാരണം അങ്ങനെ അത് ചില സിറ്റുവേഷനിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് രോഗത്തിന് ട്രീറ്റ്മെന്റ് ഒക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ രോഗത്തിന്റെ സ്റ്റേജ് വരെ നമുക്ക് അറിയാൻ പറ്റും. ഇനി ഞാൻ കുറച്ച് നമ്മളെ കിഡ്നി അസുഖം കണ്ടുപിടിച്ച് നമുക്ക് എങ്ങനെയൊക്കെ അതിൻ്റെ പ്രതിരോധങ്ങളും കുറച്ച് ഈ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ പറയാം. ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് സാധാരണഗതിയിൽ 2 തരം ഡയബറ്റീസ് ഉള്ളത്, ടൈപ്പ് 1 ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചുനാളിൽ മുതലേ ഉള്ള ഡയബറ്റീസ്. ടൈപ്പ് 2 പിന്നെ കുറച്ച് പ്രായം കഴിഞ്ഞ് വരുന്നവർക്കുള്ള ഡയബറ്റീസ് ആണ്. അപ്പോൾ ഈ ടൈപ്പ് 2 ഡയബറ്റീസിന്റെ സിറ്റുവേഷൻ പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ 20-30 കാണുന്ന ഡയബറ്റീസ് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ കിഡ്നി അസുഖം ബാധിച്ചിരിക്കാം. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് എല്ലാം നമ്മൾ കാണുന്ന സമയത്ത് തന്നെ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യണം, ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യണം. പിന്നെ എല്ലാ വർഷവും നമ്മൾ ആ ക്രിയാറ്റിൻ യൂറിനൊക്കെ ചെക്ക് ചെയ്യണം. ഇല്ല ഉള്ളവർക്കാണെങ്കിൽ നമ്മളത് കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ടെസ്റ്റ് ചെയ്യണം. അല്ലാത്തവർ നമ്മൾ ഈ ഒരു ഫോളോ അപ്പ് ചെയ്യണം. എല്ലാ വർഷവും ഒന്ന് ക്രിയാറ്റിൻ യൂറിനൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ഡയബറ്റീസ് ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ സാധാരണ ഇതിൽ 5 വർഷം കഴിഞ്ഞിട്ടാണ് സാധാരണ കിഡ്നീനെ ഇങ്ങനെ ബാധിച്ചു തുടങ്ങാറ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാ 5 വർഷം കൂടുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യണം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ. കൺട്രോൾ ഓഫ് ബ്ലഡ് പ്രഷറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡയബറ്റീസിലൊക്കെ. ഡയബറ്റീസ് ആൾക്കാർക്ക് പലപ്പോഴും ഈ ബ്ലഡ് പ്രഷർ കൂടുമ്പോഴാണ് കിഡ്നി ഫെയിലിയർ കാണുന്നത്. അപ്പോൾ പ്രഷർ കൺട്രോളാണ് നമ്പർ 1. അപ്പോൾ അത് നമ്മൾ നല്ല ഉപ്പും നമ്മളെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ബ്ലഡ് പ്രഷർ കൺട്രോളായി നിൽക്കണം. അതായത് 140, 130, 80 ആ റേഞ്ചിലൊക്കെ എത്തിക്കുന്നതാണ് ഉചിതം. പിന്നെ നമ്മൾ എപ്പോഴും ബ്ലഡ് ഷുഗർ നമ്മൾ HbA1c അതാണ് ഏറ്റവും നല്ലത്. HbA1c പറഞ്ഞാൽ 3 നമ്മൾ ചിലപ്പോൾ ഡോക്ടർ HbA1c ഓർഡർ ചെയ്യും. അത് 3 മാസത്തെ നമ്മളൊരു ഡയബറ്റിക് കൺട്രോളിൻ്റെ ഒരു കണക്കാണ്. അതൊരു 7% താഴെയാണെങ്കിൽ നല്ലത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പ്രഷർ കൺട്രോൾ, ഷുഗർ കൺട്രോൾ, പിന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇതിൻ്റെ ഈ പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് എപ്പോഴും പലപ്പോഴും ഈ കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് ഒരു ഡൗട്ട് വരുന്ന എന്ത് തരത്തിൽ ഫുഡ് കഴിക്കാം, ഏതൊക്കെയാണ്, അതൊരു ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഡയബറ്റീസ് കിഡ്നി അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലെ തോന്നുന്നു പലപ്പോഴും. അപ്പോൾ അത് നമ്മൾ ഈ കിഡ്നി അത് ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ കിഡ്നി തുടക്കത്തിലുള്ളവർ, പിന്നെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ, ട്രാൻസ്പ്ലാന്റ്, ഇവർക്കൊക്കെ കുറച്ച് ഡയറ്റിൽ ചെറിയ മോഡിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ നല്ല നീരുള്ള ഒരു രോഗി, പിന്നെ ഒരു ഫെയർലി അഡ്വാൻസ്ഡ് 5-6 ക്രിയേറ്റിനുള്ള കുറേ സിംറ്റംസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ റെസ്ട്രിക്ഷൻ പറയാറുണ്ട്. പ്രത്യേകിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ കുറയ്ക്കാറുണ്ട്. വെള്ളം ഒരു 1 ലിറ്ററോ അല്ലെങ്കിൽ 800 മില്ലിയൊക്കെ താഴെ. കാരണം നല്ല നീരുള്ള ആൾക്കാർക്ക് കൂടുതൽ വെള്ളം കുടിച്ചാൽ അത് നീരായിട്ട് പിന്നെ പ്രശ്നം വരും. പിന്നെ ഉപ്പിൻ്റെ അംശം വളരെ കുറയ്ക്കേണ്ടി വരും. ഉപ്പ് പറഞ്ഞാൽ നമ്മൾ സോഡിയം നമ്മുടെ ഭക്ഷണത്തിൽ, ഈ കേരളം ഭക്ഷണത്തിൽ ഈ ഉപ്പിൻ്റെ അംശം വളരെ കൂടുതലാണ്. കാരണം 10-20 ഗ്രാമൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളെന്താണെന്നാൽ ഈ ഒരു 3 ഗ്രാമോ 2 ഗ്രാമോ ഒക്കെ ആവശ്യമുള്ളൂ. അതിന് കൂടുതലായി കഴിഞ്ഞാൽ അത് ബോഡിയിൽ ഫ്ലൂയിഡായിട്ട് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ പറഞ്ഞാൽ 2 ഗ്രാമൊക്കെയാണ്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ ഒരു ദിവസത്തെ ഫുഡിന് ഉപ്പ് ഉപയോഗിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഉപ്പ് കുറയ്ക്കുക, പിന്നെ വെള്ളത്തിന് അളവ് കുറയ്ക്കുക. പിന്നെ ഈ പൊട്ടാസ്യം, പ്രത്യേകിച്ച് കിഡ്നി ഡിസീസ് ആൾക്കാർക്ക് മിക്കവർക്കും ഈ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. കാരണം പൊട്ടാസ്യം എക്സ്ക്രീഷന് പ്രോബ്ലം വരുന്നതുകൊണ്ടാണ് ഇതുള്ളത്. അപ്പോൾ പൊട്ടാസ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പൊട്ടാസ്യം റിച്ച് ആയ ഫുഡ്സ് കുറച്ച് അവോയ്ഡ് ചെയ്യാൻ പറയും. എസ്പെഷ്യലി ഈ ഫ്രൂട്ട്സിൽ, സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, പിന്നെ കരിക്കും വെള്ളം, നാരങ്ങ, പോമഗ്രാനൈറ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊക്കെ, ബനാന, ഇതിലൊക്കെയാണ് പൊട്ടാസ്യം വളരെ കൂടുതലായിരിക്കും. അതേസമയം നമുക്ക് പൊട്ടാസ്യം കുറച്ച് ഫ്രൂട്ട്സ് ആപ്പിൾ, പപ്പായ, പേരക്ക ഒന്ന് കൺട്രോൾ രീതിയിൽ കഴിക്കാൻ പറ്റും. പിന്നെ ചില വെജിറ്റബിൾസ്, ഈ വെജിറ്റബിൾസ് ആണ് പ്രത്യേകിച്ചിട്ട് ഈ ഇലവർഗ്ഗങ്ങളിൽ പൊട്ടാസ്യം വളരെ കൂടുതലായി കാണുന്നത്. അതായത് ഈ ക്യാബേജ്, നമ്മുടെ ഈ ക്യാബേജ്, ഈ മുരിങ്ങ ഇല,
ബ്രൊക്കോലി, അതുപോലത്തെ ടൊമാറ്റോസിലൊക്കെ പൊട്ടാസ്യം കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കുറച്ച് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. ഇനി അഥവാ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളത് ഒരു ലീച്ചിങ് എന്ന പ്രോസസ്സിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ ബോയിൽ ചെയ്ത് ഈ പറഞ്ഞ ഈ വെജിറ്റബിൾസ് നമുക്ക് ബോയിൽ ചെയ്ത് ആ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഈ മാർഗ്ഗത്തിൽ നമുക്ക് പൊട്ടാസ്യം അളവ് കുറയ്ക്കാം. പിന്നെ വേറെ ഒരു പ്രശ്നമാണ് ഇവർക്ക് ഫോസ്ഫറസിൻ്റെ അളവാണ് പ്രശ്നം. അങ്ങനെ ഫോസ്ഫറസ് വളരെ കൂടുതലായിരിക്കും കിഡ്നി അസുഖമുള്ളവർക്ക്. അപ്പോൾ ഫോസ്ഫറസ് കൂടി അടങ്ങിയിരിക്കാം. മിക്കവാറും ഈ പ്രോട്ടീൻ റിച്ച് ഫുഡിലാണ് ഈ ഫോസ്ഫറസ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഈ നോൺ വെജിറ്റേറിയൻ ഡയറ്റ് കുറച്ചൊന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ പറയാറുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ നട്ട്സ് പിന്നെ ഈ മിൽക്ക് പ്രോഡക്ട്സ് കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കാരണം ബേസിക്കലി നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡാണ് ഈ പ്രോസസ്ഡ് ഫുഡ്സ്, ഈ ഉപ്പുള്ള ജങ്ക് ഫുഡ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. പിന്നെ നമുക്ക് ആ രോഗത്തിൻ്റെ ഒരു ഗതി അനുസരിച്ചിട്ടും ബാക്കി സിംറ്റംസ് അനുസരിച്ച് നമുക്ക് ഇൻഡിവിജ്വലൈസ് ചെയ്യേണ്ടി വരും ഈ ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ ഈ കുറച്ച് നമ്മുടെ ഗോൾഡൻ റൂൾസ് അങ്ങനെ നമുക്ക് ഇത്രയും ഇപ്പോൾ കിഡ്നി അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരുന്നതിന് മുമ്പേ അത് എങ്ങനെയാണ് നമുക്കത് പ്രൊട്ടക്ട് ചെയ്യാം. നോർമൽ ആളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ആരംഭം തൊട്ടുള്ളവർക്ക് എങ്ങനെയാണ് നമ്മൾ കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ BP കൺട്രോൾ, ബ്ലഡ് പ്രഷർ നമ്മൾ എപ്പോഴും 140, 130, 80 താഴെയിൽ എത്തിക്കാൻ നോക്കണം. അതിന് നമ്മൾ പലപ്പോഴും ഇപ്പോൾ യങ് ഏജിൽ പോലും പ്രഷർ കാണുന്നുണ്ട്. അപ്പം നമ്മളൊരു ഫ്രീക്വൻ്റ് ഒരു ഫോളോ അപ്പ് എപ്പോഴും ഇടയ്ക്കൊക്കെ പ്രഷർ പലപ്പോഴും പ്രഷർ കണ്ടുപിടിച്ചിട്ടാണ് ആദ്യം ക്രിയേറ്റിൻ കിഡ്നി അസുഖം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രഷർ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. രണ്ടാമത് ഷുഗറും പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് ഷുഗറൊക്കെ ഉള്ളതാണെങ്കിൽ ഷുഗറിൻ്റെ ലെവൽസൊക്കെ പ്രത്യേകിച്ച് 40 വയസ്സിൽ മുകളിലൊക്കെയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഷുഗർ കൺട്രോളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കിഡ്നി അസുഖം പ്രോഗ്രസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൊളസ്ട്രോളും നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കണം. പിന്നെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഒബീസിറ്റി, ഞാൻ പറഞ്ഞ ഒബീസിറ്റി വെയിറ്റ് റിഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് റിഡ്യൂസ് ചെയ്ത് നമ്മൾ അത്യാവശ്യമുള്ള വ്യായാമം ഭക്ഷണത്തിൽ ക്രമീകരണം വെച്ചിട്ട് വെയിറ്റ് റിഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ഡയറ്റിലാണെങ്കിൽ പ്രോട്ടീൻ്റെ അംശമാണ് ഡയാലിസിസ്. ഇപ്പോൾ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് അത്ര നമ്മൾ ഒരു കൺട്രോൾ വേണ്ട. അവർക്ക് കുറച്ചും കൂടി നമുക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ന്യൂട്രീഷൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തവർക്ക് പ്രോട്ടീൻ കുറച്ച് റെസ്ട്രിക്ട് ചെയ്യുന്നത് നല്ലത്. പിന്നെ ഈ ഏറ്റവും സ്മോക്കിംഗ് വളരെ ഭയങ്കര ഡിറ്റർമിൻ്റഡ് ആണ്. സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. പിന്നെ എക്സസീവ് യൂസ് ഓഫ് പെയിൻ കില്ലേഴ്സ് ഇത് നമ്മൾ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കിഡ്നീനെ ഒരു പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് ചെയ്യണം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളെ ബാക്കി ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ നോർമലായ ആൾക്കാർക്കൊക്കെ ഇതിനെ കുറിച്ച് നമ്മളൊന്ന് ബോധവൽക്കരിക്കണം. ഈ വേറെ ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് സ്റ്റോൺസ്. അപ്പം നമ്മളെ എല്ലാവർക്കും ഈ സ്റ്റോൺസ്, അപ്പോൾ ഈ സ്റ്റോൺസ് വരുന്നവർക്ക് എങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റോൺ പ്രിവെന്റ് ചെയ്യുന്നത്? അപ്പോൾ നല്ല പലപ്പോഴും ഈ കാൽഷ്യത്തിന്റെയും ഓക്സിഡേറ്റീവ് ഡിപ്പോസിഷൻ വന്നിട്ട് അങ്ങനെ ഈ സ്റ്റോൺസ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഒരു ദിവസം 2 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ സോഡിയത്തിന്റെ അളവ്, ഉപ്പിന്റെ അംശം കുറയ്ക്കുന്ന ഭക്ഷണത്തിൽ നല്ലതാണ്. പിന്നെ ഈ കൂടുതൽ ഈ റെഡ് മീറ്റും ആനിമൽ പ്രോട്ടീൻസ് കഴിക്കുന്നവർക്കാണ് കൂടുതൽ കാണുന്നത്. അപ്പം അതൊക്കെ നമ്മൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഈ സ്റ്റോൺ ഉള്ളത് ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ സ്പിനാച്ച്, നട്ട്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഓക്സിഡേറ്റ് കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഇപ്പം നമുക്ക് പലപ്പോഴും എത്രയായി ഷുഗർ, ഡയബറ്റിക് ഉള്ളവർക്ക് എപ്പോഴും എൻ്റെ ഷുഗർ എത്ര കൺട്രോൾ ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ. പലപ്പോഴും നമുക്ക് ഡയബറ്റിക് പേഷ്യൻസ് വെരി ഡിഫിക്കൽട്ടാണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പറഞ്ഞ ഈ ടാർഗറ്റ്സിലൊക്കെ അച്ചീവ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ ഒരു ആക്സെപ്റ്റബിൾ ടാർഗറ്റാണ്. നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു 130 താഴെയും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 160 അതിൻ്റെ താഴെയും ആക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഈ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സിലാണ്. പ്രിവെൻറ്റീവ് ആണ് നമ്മൾ നേരത്തെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റീവ് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഗതി കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ. ഇനി അഥവാ കിഡ്നി ഡിസീസ് വന്ന് മൂർച്ഛിച്ചു, അത് എൻ സ്റ്റേജ് റിൽ ഡിസീസിലെത്തി, നല്ല സ്റ്റേജ് 5, കാരണം നമ്മൾ ഈ നീരും മരുന്നൊക്കെ കൊടുത്തിട്ടും ഈ പറഞ്ഞ സാധനം കൺട്രോൾ ആവുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് 2 ഓപ്ഷനാവുള്ളൂ. അത് ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ നമ്മുടെ കിഡ്നി നോർമൽ. കാരണം ഇവിടെ പല ആൾക്കാരും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയാം ഡയാലിസിസ് ഉള്ള സമയത്തുള്ള ബുദ്ധിമുട്ടുകളും. അപ്പോൾ ഡയാലിസിസ് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന നമുക്ക് കിഡ്നി ഒരു നോർമൽ രീതിയിൽ പോലെ ജീവിക്കാം. പക്ഷെ അവർക്ക് മരുന്ന് റിജക്ട് ചെയ്യാണ്ടിരിക്കാണ്ടുള്ള മരുന്ന് ജീവിതകാലം മൊത്തം കഴിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷനാണ്. ഹീമോഡയാലിസിസ് ഉണ്ട്, പെരിറ്റോണൽ ഡയാലിസിസ് ഉണ്ട്, പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ നമ്മൾ ഈ ഹീമോഡയാലിസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ തരാം. ഈ ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ പറഞ്ഞ കിഡ്നി ഫെയിലർ ഒരു എൻ സ്റ്റേജ് ആയി കഴിഞ്ഞു, പിന്നെ പേഷ്യൻ്റ് സിംറ്റംസ് ആയി നീരൊക്കെ വന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ അതിന് മുമ്പേ കുറച്ച് പ്ലാൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ സാഹചര്യം വരും നമ്മൾ ഈ കിഡ്നിയുടെ അരിപ്പ വർക്ക് ചെയ്യാത്ത സാഹചര്യത്തിൽ നമ്മൾ ഈ കിഡ്നി ബ്ലഡ് പുറത്ത് ഒരു മെഷീൻ വഴി ഒരു ഫിൽറ്റർ വഴി കിടത്തിയിട്ട് ആ ഫിൽറ്ററിൽ നിന്ന് ഈ വേസ്റ്റ് പ്രോഡക്ട്സ് റിമൂവ് ചെയ്തിട്ട് ശുദ്ധീകരിച്ച ബ്ലഡ് തിരിച്ച് ബോഡിയിലേക്ക് കയറ്റുന്ന ഈ പ്രക്രിയയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഹീമോഡയാലിസിസ് പലപ്പോഴും നമ്മളെ ഇവിടെ കുറേ രോഗികളുണ്ട്, ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും മിനിമം സാധാരണ ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ചില കേസിൽ നമുക്ക് 2 ദിവസം 2 വരെ കുറയ്ക്കാം. പിന്നെ ഈ ഡയാലിസിസ് ഒരു 4 മണിക്കൂർ വരെ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ആക്സസ് എന്ന് പറഞ്ഞ 2 രീതിയിലാണ്. നമ്മൾ തുടക്കം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ തുടയിൽ ട്യൂബ് ഇട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി നാളത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കഴുത്തിലൊരു പേം ക്യാത്ത്, ഇവിടെ കുറേ പേം ക്യാത്ത് പറഞ്ഞൊരു സാധനം നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കാറുണ്ട്. അതിപ്പോൾ ഇത് ഇങ്ങനെയാണ്, നമ്മുടെ സ്കിന്നിൻ്റെ കൂടെ ടണൽ ചെയ്തൊരു മേജർ രക്തധമനി കൂടെ ഹാർട്ടിലേക്ക് ഇറത്തി വിടുന്ന ഒരു ട്യൂബാണ്. ഇതുവഴി നമുക്ക് ബ്ലഡ് എടുത്ത് അത് ഡയാലിസ് ചെയ്ത് വിടാം. പിന്നെ ഇത് സാധാരണ ഫിസ്റ്റുല. ഈ ഫിസ്റ്റുല പ്രശ്നം വരുന്ന ഫിസ്റ്റുല പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പ്ലാൻ പേഷ്യൻ്റ് പറഞ്ഞാൽ അത് ഒരു പ്ലാൻ പ്രൊസീജിയറാണ്. വന്ന് നമ്മളത് ചെയ്ത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഒന്ന് മെച്ചുവർ ചെയ്ത ഞരമ്പ് തടിച്ചാൽ മാത്രമേ നമുക്ക് ഫിസ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം പെട്ടെന്ന് ഡയാലിസിസ് വേണ്ടി വരികയാണ് നമ്മൾ ഈ തുടയിലോ അല്ലെങ്കിൽ കഴുത്തിലോ ഇട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഫിസ്റ്റിൽ ചെയ്ത ശേഷം അതൊന്ന് മെച്ചുവർ ആയതിനു ശേഷം നമ്മൾ ഈ ട്യൂബ് ഊരി കളയുക ചെയ്യാറ്. അല്ല, നേരത്തെ നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളൊരു ശരിക്കും കിഡ്നി ഡിസീസ് ഇങ്ങനെ നമ്മളെ ഫോളോ അപ്പ് ഉള്ള പേഷ്യൻ്റാണ്, നമുക്ക് നേരത്തെ ഫിസ്റ്റിൽ ചെയ്ത് വെക്കുന്നു ഏറ്റവും നല്ലത്. കാരണം ഫിസ്റ്റിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അത് നമുക്ക് അങ്ങനെ ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും പെട്ടെന്ന് നമ്മൾ ഫിസ്റ്റിൽ ചെയ്യാമെന്നൊരു പേഷ്യനോട് പറയുമ്പോൾ അവർക്ക് അതിനൊരു ആക്സെപ്റ്റൻസ് അല്ലായിട്ട് ഒരു പേടിയുണ്ടാവും. ഇതാണ് ഐഡിയൽ സിറ്റുവേഷൻ, അങ്ങനെയാണ്. പക്ഷെ പല കേസിലും നമ്മൾ ഈ ട്യൂബ് ഇട്ടതിന് ശേഷമാണ് ഫിസ്റ്റിൽ ചെയ്യാറ്. ഇപ്പം ഡയാലിസിസ് ചെയ്താൽ ഡയാലിസിസ് ഉള്ളവർ നല്ല ഹാപ്പിയാണ്. കാരണം മിക്കവാറും നല്ല അവർക്ക് ചിലവർക്കൊക്കെ ആഴ്ചയിൽ 3 ദിവസം വന്നാൽ മതി. പിന്നെ അത് ചെയ്യുന്ന സമയത്ത് TV ഒക്കെ കാണാം, പിന്നെ അങ്ങനെയൊക്കെ കുഴപ്പമില്ലാണ്ട് പോകും. ഇപ്പോൾ ഇതാണ് പേം ക്യാത്ത്. പിന്നെ ഇത് ഫിസ്റ്റുല, ഞാൻ ഞരമ്പ് തടിപ്പിക്കുന്ന പറഞ്ഞു, ഫിസ്റ്റുല വഴി നമുക്ക് ഡയാലിസിസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡയാലിസിസ് പിന്നെ രണ്ടാമത്തെ ഡയാലിസിസ് മാർഗ്ഗമാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ കുറച്ച് കുറവാണ് നമ്മുടെ നാട്ടിൽ. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നാണ്ട് കുറച്ച് നമുക്ക് ഈ ഹീമോഡയാലിസിസ് ആണ് ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് വയറൊക്കെ ചെയ്യാം, നമ്മൾ സ്വന്തം. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. അത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ നമുക്കൊരു ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂഷ്വലി ഈ പ്രക്രിയയിൽ നമ്മൾ എന്താണെങ്കിലും വയറിലൊരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. ഇതൊരു സർജിക്കലി ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ്. ഇതിൻ്റെ ഒരു എൻഡ് ഈ വയറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ട്യൂബിൽ കൂടെ നമ്മളൊരു ഡയാലിസിസ് ഫ്ലൂയിഡ് കിടത്തിവിടും. അപ്പോൾ അത് നമ്മുടെ ഈ പെരിറ്റോണിയൽ മെംബ്രെയിൻ ഉണ്ട് ഉള്ളിലുള്ള വയറിൻ്റെ ഉള്ളിൽ, അതാണ് ഫിൽട്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഫിൽട്ടർ വഴി നമ്മളെ ബ്ലഡ് വെസൽസിലുള്ള ഈ വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ഈ നമ്മൾ ഈ ഉള്ളിലേക്ക് ഇറത്തി വിട്ട ഫ്ലൂയിഡിൽ മിക്സ് ചെയ്തിട്ട് അത് പിന്നെ നമ്മൾ ഒരു 4 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് തള്ളിവിടുക. അങ്ങനെ ഒരു ദിവസം 3-4 തവണ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത്, പക്ഷേ ഇത് ദിവസം ചെയ്യേണ്ടി വരും. പക്ഷെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ പക്ഷെ നമുക്ക് ആരെങ്കിലും സപ്പോർട്ട് ആരെങ്കിലും വേണം കൂടെ നിൽക്കാൻ, പഠിക്കാനൊക്കെ വേണ്ടി വരും. പിന്നെ ഇപ്പോഴത്തെ പുതിയ മാർഗ്ഗങ്ങൾ ഓട്ടോമേറ്റഡ് പെരിറ്റോണിയൽ ഡയാലിസിസ് വരെയുണ്ട്. അത് രാത്രികളിൽ നമുക്ക് മെഷീൻ ഘടിപ്പിച്ച് അത് സ്വന്തം തന്നെ ചെയ്തോളും. അപ്പോൾ ഫൈനൽ ഇത് ഏറ്റവും ബെസ്റ്റ്, ഞാൻ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ, അത് കിഡ്നി മാറ്റിവെക്കൽ. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത്. അത് പലപ്പോഴും നമ്മൾ നേരത്തെ ഇങ്ങനെ കിഡ്നി അസുഖം മൂർച്ഛിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഓപ്ഷൻ മനസ്സിൽ വെക്കേണ്ടതാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ ട്രാൻസ്പ്ലാന്റ് നമ്മൾ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഒരു ഡോണറിനെ ഐഡന്റിഫൈ ചെയ്യണം. പലപ്പോഴും ഡോണർ എന്നാൽ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു ഡോണറിനെ ഐഡന്റിഫൈ ചെയ്ത് ദാതാവ് ഫുള്ളി ഫിറ്റ് ആണോ നോക്കാനുള്ള കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ ട്രാൻസ്പ്ലാന്റിൽ മുന്നോട്ട് പോകാറുള്ളൂ. അപ്പം ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് എല്ലാം നോർമൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റിന് സാധാരണഗതിയിൽ ഈ വൃക്ക നമ്മളെ ഈ വലതു ഭാഗത്ത് ഈ ഒരു പൊസിഷനിലായിട്ടാണ് സാധാരണ വെക്കാറ്. അത് ഈ നമ്മളെ നമ്മൾ ഓൾറെഡി ഉള്ള വൃക്കകൾ മാറ്റുന്നില്ല, അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഈ വൃക്ക നമ്മുടെ ശരീരത്തിന്റെ ഈ സ്കിന്നിന്റെ താഴെയായിട്ടാണ് വെച്ച് ഈ നമ്മുടെ രക്തധമനികളിൽ യോജിപ്പിച്ച് വെക്കുന്നത്. പിന്നെ അത് നോർമൽ വൃക്കകൾ പോലെ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഇതിന് ശേഷവും നമുക്ക് സ്ഥിരമായിട്ട് ഈ ഇമ്മ്യൂണോസപ്രസീവ്, പലപ്പോഴും എല്ലാവർക്കും അറിയാം, ടാക്കർലിമസ്, ഫിനോലേറ്റ്, അങ്ങനെ പറഞ്ഞ 3-4 സ്റ്റിറോയിഡ് മരുന്നുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരുന്നുകൾ ഒരിക്കലും നിർത്താൻ പാടില്ല. അത് ഒരിക്കൽ പോലും മുടങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് റിജക്ഷൻ വരാം. കാരണം ഇതൊരു നമ്മളൊരു ഫോറിൻ ബോഡി പോലെയാണ് ശരീരത്തിൽ. ആക്ച്വലി എപ്പോഴും അത് റിജക്ട് ചെയ്യാനുള്ള ബോഡിക്ക് ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മരുന്നുകൾ ജീവിതകാലം മൊത്തം കഴിക്കേണ്ടതാണ്. അതുപോലെ ആദ്യത്തെ 3 മാസം കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം, ഇൻഫെക്ഷൻ വരാണ്ടൊക്കെ നോക്കണം, ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുടിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗി ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ പുറത്തുനിന്നൊന്നും ഭക്ഷണം കഴിക്കരുത്, മാസ്ക് ഒക്കെ പുറത്ത് പോകുമ്പോൾ മാസ്ക് ഒക്കെ ഇടുക, പിന്നെ ഇടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യണം. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ കിഡ്നീൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ CKD പേഷ്യൻസ്, അത് കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ്, ഡയാലിസിസ് ഉള്ളവർക്കൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ ആ ഒരു പ്രതിവിധികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അസുഖത്തിൻ്റെ മൂർച്ഛികളൊക്കെ നമുക്ക് അതിൻ്റെ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കണം, യൂറിനും ക്രിയേറ്റിൻ്റെ അളവൊക്കെ.
പിന്നെ ഡയബറ്റീസും പ്രഷർ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഫെക്ഷനും സ്റ്റോൺ ഉള്ളവരും സ്റ്റോൺ വന്നാൽ കഴിഞ്ഞവരും ശ്രദ്ധിക്കാനാണ്. സ്റ്റോൺ പിന്നെയും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്കാനൊക്കെ ചെയ്ത് നോർമൽ ആണെന്ന് ഉറപ്പുവരുത്തണം. പെയിൻ കില്ലേഴ്സിൻ്റെ യൂസ് നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഈ പറയുന്ന ഒബീസിറ്റി, അത് നമ്മൾ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും നല്ലൊരു ഡയറ്റും നല്ല എക്സസൈസും കൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.